താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ മണ്ഡലം കോൺഗ്രസ് ഐയുടെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്ര സംഘടിപ്പിച്ചു. തട്ടാൻപടിയിൽ നിന്നും ആരംഭിച്ച യാത്ര അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV പോളച്ചൻ ജനപക്ഷ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. പദയാത്രയുടെ ഉദ്ഘാടനം അൻവർ സാദത്ത് MLA നിർവഹിച്ചു. ഈ പദയാത്ര ജനപക്ഷ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് എന്നും ജനങ്ങളുടെ ഒപ്പം ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കരുത്തുറ്റ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാരായാലും സഹപ്രവർത്തകരായാലും ജനങ്ങളുടെ വിഷയങ്ങളിൽ വരുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപന രീതിയാണ് പ്രിയപ്പെട്ടവരെ എന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജനപക്ഷ യാത്ര എന്ന് പേരിട്ടുകൊണ്ട് കാഞ്ഞൂർ പഞ്ചായത്തിലെ UDF-ന്റെ ഭരണസമിതി ചെയ്ത വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുകയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഈ യാത്ര ജനഹൃദയങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങൾ തേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് KV പോളച്ചൻ അധ്യക്ഷത വഹിച്ചു. നെടുമ്പാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് KN കൃഷ്ണകുമാർ, DCC സെക്രട്ടറി PN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു, സജി പള്ളിപ്പാടൻ, സെബാസ്റ്റ്യൻ പോൾ, KC മാർട്ടിൻ, KD പൗലോസ്, MP ലോനപ്പൻ, ടിജോ വർഗീസ്, KO ലോറൻസ്, തോമസ് കോയിക്കര, MI ദേവസിക്കുട്ടി, PI നാദിർ ഷാ, എബിൻ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഓരോ വർഷവും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞ പദ്ധതികൾ രൂപീകരിച്ച് എല്ലാം പൂർത്തീകരിച്ച് അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് സർക്കാരിന്റെ ഉത്തരവ് വരുന്നത്. നിങ്ങൾക്ക് ഇത്ര ശതമാനം തുക വെട്ടിക്കുറച്ചിരിക്കുന്നു. വാർഡ് മെമ്പർമാർ ഓരോ വഴികളിലും എസ്റ്റിമേറ്റ് എടുത്ത് തിരിച്ചു പോകുന്നതിന് ശേഷം തുക വെട്ടിക്കുറയ്ക്കുമ്പോൾ പിന്നീട് ആ വഴിയിലൂടെ ഉള്ള ആളുകളോട് മറുപടി പറഞ്ഞ് അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഈ കഴിഞ്ഞ 5 വർഷമായി തുടരുന്നു. ഒരു പദ്ധതി രൂപീകരിച്ച് ആ പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അനുവാദം വാങ്ങി ആ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ടെൻഡർ നടപടികൾ വരെ ചെയ്തതിന് ശേഷമായിരിക്കും ഗവൺമെന്റ് ഏറ്റവും അവസാനം പദ്ധതി വിഹിതത്തിന്റെ ഒരു ഗഡുവൊന്നുമല്ല 2 ഗഡുവൊക്കെ വെട്ടിക്കുറച്ച് കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഭക്തർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ജനപക്ഷ യാത്ര ഇന്ന് കാഞ്ഞൂരിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ ഒരു സാന്ത്വനമായി കടന്നു വരികയാണ്. ഏവരും നിശ്ചയദാർഢ്യത്തോടെ ഈ ജനപക്ഷ യാത്രയിൽ അണിചേരുവാൻ അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ജനപക്ഷ യാത്ര ഈ രീതികളിലൂടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ഇതാ ഈ വഴിയിലൂടെ കടന്നു വരികയാണ്.